അത് എടുത്ത് മാറ്റാവേ, പോണ്ടത് എടുത്ത് മാറ്റത്. കുറെ നാളത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു നമുക്കൊരു ക്യാമ്പിങ് ചെയ്യണമെന്ന്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് അതിൻ്റെ ഒരു പരിപാടിയിലായിരുന്നു. പക്ഷെ ഓടി ഓടി പാഞ്ഞും പറഞ്ഞ് നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ എടുത്തും വാങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം പോയി. ഇതും നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആണ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ഞാൻ ദേ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓൾറെഡി നമ്മൾ നന്നായിട്ട് ലേറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓടിയെത്തി അവിടെ ചെന്ന് ഒന്നാമത് ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും. പുള്ളിക്കാരെ എടുത്ത് വെച്ച് ഇവിടെ അതൊക്കെ നമ്മളിനി എന്ന് കണ്ടുപിടിച്ച് പോരാനാ? ഇവിടെ ആയിരിക്കും, അങ്ങോട്ട് വേണമെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ പർച്ചേസുകളെല്ലാം തീർന്നുകൊണ്ട് നമ്മളിത് ടെൻറ്റില്ലായിരുന്നു. നമ്മൾ ടെൻറ്റും മേടിച്ചു. നമ്മൾ ഓൾറെഡി ഫുള്ള് വൈകിട്ടോ. പിന്നെ നമ്മൾ നേരെ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ നിശിവ. പിന്നെ നമ്മൾ പക്കൻ സേവ് കയറുന്നു, എന്തെങ്കിലും ഫുഡ് മേടിക്കുന്നു, പോകുന്നു. പ്ലാൻ ചെയ്താൽ നമ്മുടെ ക്യാമ്പിങ് അങ്ങനെ ഓണായി, പാർട്ടി ഓണായി. പിന്നെ അല്ല, കുറച്ച് വൈകിയാലേ ഞങ്ങൾ ഇവിടെ സമയം ഇപ്പം എത്രയായി? 5 മണിയായി. പിന്നെ അവിടെ ഓടിയെത്തുമ്പോൾ പാതിരാത്രിയാവും. ഇപ്പോൾ കഹുറങ്കി നാഷണൽ പാർക്കിട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പിങ്. അങ്ങനെ ഞങ്ങൾ നെൽസണിൽ നിന്ന് നേരെ മോട്ടുവേക്ക് എത്തിട്ടോ. മോട്ടുവേക്കാം ഞങ്ങളുടെ വണ്ടിയിൽ സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടെൻറ്റ് ഇതേ, നമ്മുടെ ഗ്യാസിൻ്റെ കാര്യങ്ങൾ, പിന്നെ കഴിക്കാൻ വേണ്ടി കുറച്ച് പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൺ ദ വേയിൽ കഴിക്കാൻ. അത് എടുത്ത് മാറ്റാവേ, പോണ്ടത് എടുത്ത് മാറ്റത്. പാതിരാത്രിയായി. ഞാനോടത്ത് ഇത് കണ്ടപ്പോൾ വഴി ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും, അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരിക്കും. കലക്കി കുടിക്കുന്നത് വ്യത്യാസമുണ്ട്. ഞാൻ ചേർത്ത് അങ്ങോട്ട് പോലും കാലം കഴിഞ്ഞ ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് വന്നേക്കണേ. പക്ഷെ ഒടുക്കത്തെ മഴയും ഒടുക്കത്തെ കാറ്റുവാ. ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, നോക്കട്ടെ. പക്ഷെ ഇവിടെ രാവിലത്തെ ഒരു വ്യൂ ഉണ്ട് മോനെ, പുള്ളി സാധന. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. സ്റ്റീഫൻ അവിടെ ടെൻറ്റിൻ്റെ പണി തുടങ്ങിട്ടോ. ടെൻറ്റ് സെറ്റാക്കട്ടെ. അങ്ങനെ നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. അവിടെ വേറൊരു ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ടെൻറ്റിൽ എയർബഡിൽ എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയൊരു മഴയുണ്ട് കേട്ടോ. നല്ല തണുപ്പാട്ടോ. നമ്മുടെ ടെൻറ്റിൻ്റെ വർക്ക് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതേ. ഇവിടെ നമ്മുടെ ചെറിയ ടെൻറ്റ് നമ്മളിവിടെ സെറ്റാക്കി ഇട്ടു. അതിവിടെ ഈസി ആയിരുന്നു സംഭവം സെറ്റാക്കിയെടുക്കാൻ. പിന്നെ അതുപോലെ അവിടെ 3 പേരെടുക്കാനുള്ള ടെൻറ്റ് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ടെൻറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അതെ, അവിടെ ഒരു ടെൻറ്റ് ഉണ്ടാക്കി, നമ്മളിവിടെ ഒരു ടെൻറ്റ് ഉണ്ടാക്കി. നമ്മളിവിടെയാണ് ഇന്ന് രാത്രി കിടക്കുന്നത് കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വൈകി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ വൈകിപ്പോയി. സോ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. നിവിൻ സ്റ്റീഫൻ കുക്കിംഗ് തുടങ്ങിട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കുക്കിംഗ് തുടങ്ങി. നമ്മളിത് കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ച് കയറി കിടക്കാൻ പോവുകയാണ്. ഓ, ഇതെനിക്കോളം. നമ്മളുണ്ടല്ലോ ഇന്നലെ വന്നപ്പോൾ ഒത്തിരി വൈകി പോയിട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇന്നലെ വന്നു, രാത്രിയായി. പിന്നെ ടെൻ്റൊക്കെ അടിച്ചു, ഫുഡൊക്കെ സെറ്റ് ചെയ്തു, നേരെ കയറി കിടന്നു. ശരിക്കും പറഞ്ഞാൽ വിൻ്ററിൽ ക്യാമ്പിങ്ങിന് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഒന്നാമത് ഒടുക്കത്തെ കാറ്റും അതുപോലെ ഭയങ്കര തണുപ്പുവാ. നമ്മൾ നിൽക്കുന്ന ഏരിയയ്ക്ക് നമ്മുടെ ചുറ്റും മലകളാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിട്ട് തരാം കേട്ടോ.